ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ലെന്റിനെ കുറിച്ചല്ല, നമ്മുടെ നോമ്പുകാലത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്നുള്ളതാണ്. നോമ്പെടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥനയിലായിരിക്കുക, ദാനധർമ്മങ്ങളിൽ കൊടുക്കുക, അതുപോലെ ഫാസ്റ്റിംഗ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിച്വൽ ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മൾ നോമ്പിൽ ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയൊക്കെ തന്നെ കൂടുതലായിട്ട് ഈശോയോട് അടുത്തിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. ഇതൊരു സന്തോഷത്തിന്റെ ഒരു സമയമാണ്, അല്ലാതെ ദുഃഖവും സങ്കടവും ആയിട്ടിരിക്കേണ്ട ഒരു കാലഘട്ടമല്ല നമ്മൾ നോമ്പ് കാലം എന്ന് പറയുന്നത്. ഈശോയോട് കൂടുതലായിട്ട് സ്നേഹിക്കാൻ, ഈശോയോട് കൂടുതലായിട്ട് ഒരു അടുത്ത് ഒരു ഈസ്റ്ററിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകേണ്ട കാലമാണ് നോമ്പ് കാലം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നോമ്പ് കാലത്തിൽ നമ്മൾ എന്തിനാണ് ഈ നോമ്പ് കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ പാപങ്ങളൊക്കെ ചെയ്യുന്നവർ അല്ലെ, ദിവസത്തിൽ എല്ലാ ദിവസവും തന്നെ നമ്മൾ ഓരോ മണിക്കൂറിൽ ഓരോ സെക്കൻഡിൽ നമ്മൾ പല പാപങ്ങളും ചെയ്തു പോകാറുണ്ട്. എന്നാൽ കത്തോലിക്ക സഭ നമ്മളെ നിർദ്ദേശിക്കുന്ന പാപ പരിഹാരത്തിനായിട്ട് കുമ്പസാരിക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ കുമ്പസാരം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൂർണ്ണമായ പാപങ്ങൾക്ക് ഒരു പരിഹാരമല്ല നമ്മുടെ കുമ്പസാരം എന്ന് പറയുന്നത്. കുമ്പസാരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് നമുക്കറിയാവുന്ന പോലെ പൂർണ്ണമായ നരകത്തിലേക്കുള്ള ആ ഒരു അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇതിൽ നിന്നുള്ളൊരു മുക്തിയാണ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും അവിടെ നമ്മുടെ ഒരു കാലിക പാപങ്ങൾ എന്ന് പറയുന്നത് അവിടെ പിന്നെയും അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ CCC 1472 1473 CCCയുടെ ബുക്ക് ഉള്ളവർക്ക് റെഫർ ചെയ്യാം ഇതിനെക്കുറിച്ച്. അതിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ കാലിക പാപങ്ങൾ നമുക്ക് മായ്ച്ചു കളയാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലെന്റ് സീസണിൽ കൂടുതൽ നമുക്ക് ഫാസ്റ്റിങ്ങുകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ പേഴ്സണൽ പ്രയറിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്ന പ്രത്യേക ദിവസങ്ങളുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിലൂടെ ഒക്കെയാണ് നമ്മുടെ കാലിക പാപങ്ങൾ നമുക്ക് മായ്ക്കപ്പെടുന്നത്. അതെന്താണ് നമുക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിലെ ഒരു ഒരു കുട്ടി നമ്മുടെ നമ്മുടെ മോനോ മോളോ ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞ് പൊട്ടിച്ചെന്നിരിക്കട്ടെ. അപ്പം അത് കണ്ട് നമുക്ക് ഒത്തിരി പേരൻസിന്റെ ദേഷ്യം വന്ന് ആ കുട്ടിയോട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഇതൊക്കെ വഴക്ക് പറഞ്ഞു. അപ്പം പക്ഷെ ആ കൊച്ചു സോറി പറഞ്ഞു കഴിയുമ്പോൾ ആ പിതാവ് അല്ലെങ്കിൽ മാതാവ് ഒരു പൊട്ടിയ ആ ഒരു ചില്ല് പൊട്ടിയത് അവരോട് ക്ഷമിച്ചിരിക്കും. പക്ഷെ എന്നാലും ആ പൊട്ടിയ ചില്ല് അവിടെ തന്നെ ഇരിക്കും അല്ലെ. അത് മേ ബി പേരൻസ് അത് റീപ്ലേസ് ചെയ്യുവോ അല്ലെങ്കിൽ അതിനൊരു പുതിയത് വെക്കുവോ, അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്താൽ മാത്രമേ ഒരു പൂർണ്ണമായ ഒരു രൂപത്തിലേക്ക് വരത്തുള്ളൂ അല്ലെ. അതുപോലെയാണ് നമ്മളൊരു പാപങ്ങൾ ചെയ്ത് നമ്മൾ കുമ്പസാരത്തിലൂടെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടെ ആ പാപം ക്ഷമിക്കപ്പെടും. പക്ഷെ ആ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട്, ആ ഒരു ഈശോയും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നല്ലോ, ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു നൂല് ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതൊന്ന് ഹീലായി വരുവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിന് ചിലപ്പം ഒരു മരുന്നുകളോ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമാണ്. അതിനുള്ള ഒരു മരുന്നുകൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഹീലിങ്ങിനുള്ള ഒരു ആവശ്യമായ കാര്യങ്ങളാണ് ഈ ഒരു പ്രാർത്ഥനയും അതുപോലെ ഫാസ്റ്റിങ്ങും അതുപോലെ കുർബാനയ്ക്ക് പോകുന്നു, ദാനധർമ്മം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആ ഒരു കാലിക പാപത്തിന് നമുക്ക് ഈശോയോട് കൂടുതലായിട്ട് അടുക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകാതെ ശുദ്ധീകരണ സ്ഥലങ്ങളിലേക്ക് പോകും എന്ന് പറയുന്നത്. ആ ഒരു ശുദ്ധീകരണ സ്ഥലത്തെ താമസിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു നമ്മൾ തീരേണ്ട ആ ഒരു സമയത്തിന്റെ കാലാവധി കുറയ്ക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ നോമ്പുകാലം എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് വിശുദ്ധിയിൽ ഓരോ ദിവസവും വളരാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങൾക്ക് നോമ്പുകാലത്തെ കുറിച്ചുള്ള ഞാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ചൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും വേറൊരു വിഷയമൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ, ടാറ്റാ, ഗോഡ് ബ്ലസ് യു ഓൾ.